ഗൈസ്, അപ്പം ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് പുതിയൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എനിക്ക് എന്തോ അന്നത്തെ ആ ഒരു പ്രോൺസ് ബിരിയാണി ഉണ്ടാക്കിയതിന് ശേഷം ഭയങ്കര ഒരു ഹരമായിട്ട് തോന്നുകയാണ് ഇങ്ങനെ കുക്കിംഗ് ചെയ്യാനായിട്ട്. അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതാണ് എന്ത് ബിരിയാണി? പനീർ ബിരിയാണി. സൗണ്ട് ഉറക്കടി. പനീർ ബിരിയാണിയാണ് നമുക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. സോ എനിക്ക് എനിക്ക് വയ്യ, അതാണ് ഞാൻ വ്ളോഗിലൊന്നും വലിയ എനർജി ഒന്നും കാണിക്കാതെ. കാരണം നല്ല രീതിക്ക് തൊണ്ടവേദനയുണ്ട്. പക്ഷെ കഴിക്കും ഞാൻ ഭയങ്കര വൃഷ്ടാംഗം വെട്ടി വീഴും. അതുകൊണ്ട് നമുക്ക് ഇന്ന് പനീർ ബിരിയാണി ഉണ്ടാക്കാം. ഞാൻ തന്നെയാണ് ഷെഫ്, ഇന്നത്തെ ഷെഫ്. സോ ആർക്കൊക്കെയാണ് പനീർ ബിരിയാണി ഇഷ്ടം എന്നുള്ളവർ കമൻറ്റ് ഇടണം താഴെ. ഓക്കെ, ഡേ സൗണ്ട് പറ. ഓക്കെ, അപ്പം നമുക്ക് ലേറ്റാക്കാത്ത വീഡിയോയിലേക്ക് പോകാം. ഇപ്പം തന്നെ ഏകദേശം 9:30 മണിയായി കേട്ടോ, രാത്രി. നമുക്ക് തുടങ്ങിയാലോ. ക്രിസ്മസ് ട്രീ രസാണ് ഇപ്പോഴും ഉണ്ട് ഗൈസ്. എനിക്ക് എന്താ അറിയാം, വ്ലോഗ് എടുത്തപ്പോൾ പണ്ടത്തെ എനർജി വന്നു ഗൈസ്. അവള് നഗറ്റ്സ് ഉണ്ടാക്കുവാണ്. അപ്പം നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസിലോട്ട് പോയാലോ. അപ്പം നമുക്ക് ആദ്യം തന്നെ വേണ്ടത് പനീറാണ് ഗൈസ്. പനീർ ബിരിയാണിക്ക് പിന്നെ പനീർ ഇല്ലാണ്ട് പിന്നെ എന്താണെന്ന്. അപ്പം ആദ്യം തന്നെ ആസ് യൂഷ്വൽ നമ്മൾ ഇടും മുളക് പൊടി. മുളക് പൊടി നിങ്ങളുടെ ഇഷ്ടത്തിനിടാം. ഞാനിത് കാശ്മീരി മുളക് പൊടി അല്ല ഇട്ടിരിക്കുന്നത്, നോർമൽ മുളക് പൊടിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അത്യാവശ്യം ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് പെപ്പർ പൗഡർ, ദാറ്റ് ഈസ് കുരുമുളക് പൊടി. ഓക്കെ, ഇതിട്ട് കൊടുക്കാം. പിന്നെ സോൾട്ടാണ് ഞാൻ തൽക്കാലം ഇട്ട് കൊടുക്കുന്നത്. ഓക്കെ, ഇനി ഇത് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്യാം. ഗൈസ്, നമുക്ക് ഈ പനീർ നല്ലപോലെ കൈ വെച്ച് മിക്സ് ചെയ്യാം. ഞാൻ കൈയൊക്കെ കഴുകിയിട്ടുണ്ട്, കാരണം ചുമ്മാ കൈയൊന്നും കഴിവാതെ പോടി എണീറ്റ്. അപ്പം കാരണം ഞാൻ സ്പൂണ് വെച്ച് നേരത്തെ വലിയ ഷോ കാണിച്ച് പരിഷ്കാരിയെ പോലെ ഇളക്കിയപ്പോൾ മൊത്തത്തിൽ പൊടി. കൂടുതൽ ഷോ കാണിച്ചാ നിന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു കൊടുക്കും. നമുക്ക് നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇത് ജസ്റ്റ് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ ഗൈസ്, ദിസ് ഈസ് വാട്ട് പനീർ. ലെറ്റ്സ് മിക്സ് വെരി വെൽ. ഞാൻ നല്ലപോലെ നമ്മുടെ പനീറൊക്കെ മാരിനേറ്റ് ചെയ്തു. ഇതാ ഇവളതാ ആസ് യൂഷ്വൽ. ഇതെന്തോ ആണ്, നീ അന്യനാ? ഇതാ നമ്മുടെ എന്തോന്ന് ടൊമാറ്റോ അഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഓക്കെ, അപ്പം നമുക്കിനി ഇതൊന്ന് ഫ്രൈ ചെയ്യാം. ഓക്കെ, ഫ്രൈ ചെയ്യാനായിട്ട് ആദ്യം ഗ്യാസ് ഓൺ ചെയ്യണം. ഗ്യാസ് ഇതുവരെ ഓൺ ചെയ്തില്ല. അപ്പം ഞാൻ അമ്മയെ വിളിച്ച് ഗ്യാസ് ഓൺ ചെയ്ത് പാൻ കത്തിച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം കാണാം ഗൈസ്. ഞാൻ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എനിക്ക് അറിഞ്ഞൂടാ, എണ്ണ ഭയങ്കര കട്ടിയായിരുന്നു ഗൈസ്. പിടിച്ച് വെച്ചിരുന്ന അല്ല ഞാൻ ഇല്ല. ഓ പൊട്ടി പൊട്ടി പൊട്ടി. ഓരോന്നായിട്ട് വെയ്. നിനക്ക് തോന്നിയ പോലെ അല്ല വെക്കേണ്ട. വെയ് 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 വെയ്. ഓക്കെ, ഇട്. അവൾക്ക് എന്താ അവളുടെ ഫേസ് പുറത്ത് റിവീൽ ചെയ്യാൻ താല്പര്യമില്ല ഗൈസിനല്ലേ. ഇത് നമുക്ക് കുറച്ച് ഗ്യാസ് ഒന്ന് കുറച്ച് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കും, കാരണം പനീറൊക്കെയാണ് കത്തിപ്പോകുന്നത്. പിന്നെ ഓരോന്നായിട്ട് പറക്കി തന്നെ വെക്കണം. അല്ലാണ്ട് ചുമ്മാ ഇങ്ങനെ വാരി വെതറി ഒരിക്കലും ഇടരുത്, കാരണം അങ്ങനെ വെതറി ഇട്ട് കഴിഞ്ഞാൽ പൊടിഞ്ഞു പോകും. വല്ലാണ്ട് വേണം. ഇതെന്തോ ഇങ്ങനെ ഇടണം നീ? എല്ലാം അടുപ്പിച്ചങ്ങ് വേ. അപ്പം പിന്നെ മുളക് പൊടി വേറൊന്നും ഇട്ടില്ല. മഞ്ഞപ്പൊടി ഇടണമായിരുന്നു, പക്ഷെ ഞാൻ അതിനെ കണ്ടില്ല. അതുകൊണ്ട് നമ്മൾ മറ്റേതിൽ എന്തായാലും ഇടും, മസാല ചെയ്യുമ്പോൾ ഇടും. അപ്പം എന്തോന്ന്? പക്ഷെ സൗണ്ട് ഒരുപോലെ കോളിലൊക്കെ വിളിക്കുമ്പോൾ ഒരുപോലെ ഇരിക്കും. പക്ഷെ നേരിട്ട് അങ്ങനെയൊന്നും ഇല്ല. നിന്റെ പട്ട സൗണ്ട് ആരൊക്കെ വേണം പാടി നീച്ച്. അങ്ങനെ നമ്മൾ പനീറൊക്കെ ഇവിടെ നല്ലപോലെ റോസ്റ്റ് ആവുന്നു. വേണ്ട, നേരത്തെ ഈ ഒരു വെള്ളം നനഞ്ഞ സ്പൂൺ എടുത്ത് അതിനകത്തിട്ട് എൻ്റെ കൈക്ക് നല്ലതുപോലെ എന്ത് അതിനോട്ട് നിറച്ചിട അങ്ങോട്ട്. പിന്നെ നിറച്ചിട്ടിട്ട് അത്തപ്പൂക്കളമാക്കിയിട്ട് കാണാം. നമ്മുടെ പനീർ നല്ലപോലെ റോസ്റ്റ് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, ഒരു ഗ്യാസിന്റെ നാറ്റം അല്ല ചെറുതായിട്ട്. ഓക്കെ ഗൈസ്, അപ്പം ഇത് നല്ലപോലെ ഫ്രൈ ചെയ്യട്ടെ. എനിക്ക് ഉടനെ തന്നെ അടുത്തെടുക്കാൻ പറ്റില്ല, കാരണം അവള് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മളെ നഗറ്റ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അവളത് ഫ്രൈ ചെയ്യുവാണ്. അപ്പോൾ നമുക്ക് അത് അവളുടെ അടുത്ത് മാറ്റിയേ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഗൈസ്. എന്തൊരു ചെയ്യാൻ. പക്ഷെ എനിക്ക് ഈ ബിരിയാണിക്ക് വലിയ കോൺഫിഡൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ
വലിയ കോൺഫിഡൻസ് എനിക്കില്ല. കാരണം പ്രോൺസ് ബിരിയാണിയൊക്കെ പിന്നെ ശരിയാണ്, കാരണം പ്രോൺസിന്റെ ഒരു ഫ്ലേവർ ഇറങ്ങും. പക്ഷെ പനീർ ബിരിയാണിക്കകത്ത് നമ്മൾ ഇടുന്ന മസാല പോലെ ഇരിക്കും. പനീറിന്റെ ആയിട്ട് ഒരു ടേസ്റ്റ് ഇല്ലല്ലോ ബിരിയാണിയിൽ ഇറങ്ങാൻ വേണ്ടി. എനിക്ക് അറിഞ്ഞൂടാ ഇങ്ങനെ ഇരിക്കുമെന്ന്. പക്ഷെ കുറെ പേർക്കൊന്നും പനീർ ഇഷ്ടമല്ല, ഒരു വികാരം ഇല്ലാത്തതായിട്ടാണ് എല്ലാവരും കാണുന്നത്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഭയങ്കര ടേസ്റ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ചില സമയത്തൊക്കെ ചിക്കനെക്കാളും ഇഷ്ടമാണ് പനീറാണ്, ചില സമയത്ത് മാത്രം. ഇത് ചിക്കനെ ഞാൻ അവോയ്ഡ് ചെയ്തതല്ലേ, എനിക്ക് വേണ്ടി ജീവൻ കളയുന്ന ഉണ്ടായിരിക്കില്ല. അതാണ് അതുപോലുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് എൻ്റെ കോഴിക്കുട്ടന്മാരാണ്. കോഴിക്കോട് വേറെ കോഴിയല്ല കേട്ടോ ജനിച്ച, ഐ മീൻ ചിക്കൻ. എൻ്റെ കഴിക്കും കിട്ടി. അപ്പം അവിടെ നഗറ്റ്സ് ഉണ്ടാക്കാൻ അതിന്ന് പറഞ്ഞേ എനിക്ക് തരണേ കേട്ടാ. നിന്റെ പട്ടി വരുമോ എന്നാ തന്നേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഞാൻ ഇവിടെ കിടന്ന് കരയും. നമ്മുടെ പനീർ ഫ്രൈ ഇവിടെ റെഡിയായി. അപ്പം നമുക്ക് ഈ തീ ഒന്ന് ഓഫ് ചെയ്തിട്ട് നമ്മുടെ പനീർ വെക്കട്ടാടി നമുക്ക് ഈ സൈഡിലോട്ട് വെച്ചിട്ട് ഇവിടോട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഓക്കെ, ഇനി നമ്മൾ എടുക്കാൻ പോകുന്ന പാനാണ് ഇത്. എനിക്ക് മലത്തി അടിക്കാനൊന്നും അറിഞ്ഞൂടാ ഗൈസ്, കാരണം മലത്തി അടിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ കത്തിച്ചാണ്. കാരണം ഞാൻ മലത്തി അടിക്കാൻ പോയി കഴിഞ്ഞാൽ ചട്ടിയും താഴെ കിടക്കും, തറയും പൊട്ടും, എനിക്ക് കവിളത്തും പൊട്ടും. എന്താ എനിക്ക് ഒരെണ്ണം എന്നാ ഹാഫ് എങ്കിലും എന്താ ഇങ്ങനെ അഹങ്കാരം കാണിക്കല്ലേ. ഓക്കെ ഗൈസ്, നിങ്ങളിത് കാണുക. എനിക്ക് ഈ കട്ട എണ്ണയാണ് കേട്ടോ, കാരണം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്നതാണ് എണ്ണ. കാരണം ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഈ വീട്ടിൽ അധികം ഇങ്ങനെ താമസിക്കാറില്ല, അപ്പം ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ അതുകൊണ്ടാണ് അതിങ്ങനെ കട്ടയായിരിക്കുന്നത്. ഇതിലോട്ട് നമുക്ക് ഫസ്റ്റ് തന്നെ സവോള ഉള്ളി വേവുമ്പോൾ നമുക്കതിലോട്ട് കുറച്ച് തക്കാളി. ഞാനിപ്പോൾ ഇതിൽ 3 തക്കാളിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഒരു വലിയ തക്കാളി, ഒരു മീഡിയം സൈസ് തക്കാളി, ഒരു സ്മോൾ സൈസ് തക്കാളി, ഇത്രയുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതുപോലെ നമുക്ക് നമ്മുടെ പച്ചമുളകും കൂടെ ആഡ് ചെയ്യാം കേട്ടോ. ഇതിന് ഞാൻ 2 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് ടൊമാറ്റോ പ്യൂരി ആയിട്ടിടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇടാം, പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യണില്ല. കാരണം വേറൊന്നുമില്ല ഗൈസ്, മടി ഫോർ റിയൽ. അല്ലെങ്കിൽ ഞാൻ എപ്പോഴേ ചെയ്തേനെ, മടി ആയതുകൊണ്ടാണ്. പിന്നെ ഇത് നമ്മൾ പ്യൂരി ഒഴിച്ചില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് ഒഴിക്കുന്ന അത്ര ടേസ്റ്റ് കിട്ടത്തില്ല. പക്ഷെ എന്നാലും ഇത് നല്ലപോലെ പേസ്റ്റൊക്കെ ആക്കി എടുത്താൽ കിട്ടും. ഓക്കെ, ഇത് ഇത്രയും ഇട്ട് നമുക്ക് വഴറ്റിയിട്ട് ഒരു 2 മിനിറ്റ്സ് അതൊന്ന് അടച്ചു വയ്ക്കാം, എന്നാലേ ഇതൊന്ന് വേവത്തുള്ളൂ. ഓക്കെ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇത് നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്യണം ഗൈസ്. ഞാൻ ഇതിടാൻ മറന്നു, അതാണ് പൊടി സൂം ഔട്ട് ചെയ്താണ്. ഓക്കെ ഗൈസ്, പിച്ചക്കാരി കൊലത്തിലാണ് ഇരിക്കുന്നത്. നിങ്ങളൊന്നും മൈൻഡ് ചെയ്യണം, ഞാൻ ഇത്രയും ഇട്ടു. നിങ്ങൾക്ക് ഓരോരോ റെസിപ്പി കാണിച്ചപ്പോൾ എന്തോ മണം കിട്ടുന്നില്ല ഗൈസ്. പിന്നെയാണ് ഞാൻ ഓർത്തത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമ്മൾ ഇട്ടില്ല, ഇത് വീട്ടിൽ തന്നെ ചെയ്തതാണ് കേട്ടോ. പോകുന്നത് മല്ലിയില, അന്ന് കാണിച്ച അതേ റെസിപ്പി, പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. പക്ഷെ നമ്മുടെ മസാലയിലോട്ട് നമ്മൾ ഇനി ഇടും പോകുന്നത് എന്താണ്? മുളക് പൊടി, കുരുമുളക് പൊടി ആസ് പെർ യുവർ ടേസ്റ്റ്. മല്ലിപ്പൊടി അല്ലേ? മല്ലിപ്പൊടി ഇത്തിരി കൂടുതൽ ഇട്ടോ, കാരണം മല്ലിപ്പൊടി ഉണ്ടെങ്കിൽ നമുക്കൊരു നമ്മുടെ മസാലയ്ക്കൊരു തിക്നെസ് കാണത്തുള്ളൂ. ഓക്കെ, നല്ലപോലെ മിക്സ് பண்ணணும் നല്ലപോലെ. എന്നിട്ട് ഇതിലിട്ടിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഞാനൊന്ന് എടുത്തോട്ടെ. ഇതെടുത്തിട്ട് നല്ലപോലെ മസാല ഇട്ട് റോസ്റ്റ് ചെയ്യണം. നീ എവിടെ വായി നോക്കിക്കൊണ്ടിരിക്കണം? നല്ലപോലെ റോസ്റ്റ് ചെയ്യണം, കാരണം എന്നാലേ ഞാൻ പ്രോൺ ബിരിയാണി ചെയ്തപ്പോൾ റോസ്റ്റ് ചെയ്യാണ്ട് ഡയറക്റ്റ്ലി അങ്ങ് വെള്ളം ഒഴിച്ചങ്ങ് വെച്ചു. അങ്ങനെയല്ലേ ഗൈസ്, കുറച്ചൊന്ന് റോസ്റ്റ് ചെയ്യണം. നെക്സ്റ്റ് വെള്ളം ഞാൻ എൻ്റെ ഒരു കണക്കിനാണ് ഒഴിക്കുന്നത്. ക്യാമറയ്ക്ക് ഒരു ഇതിൽ വഴച്ചേ. നമ്മുടെ ചൂട് ബിരിയാണി ഇതാ റെഡിയായി.
നല്ല ഞാൻ അല്ലാണ്ട് സെപ്പറേറ്റ് ആയിട്ട് ഫ്രൈ ചെയ്തത് ഇങ്ങനെ എടുത്തു, അല്ലാണ്ട് ഇങ്ങനെ എടുത്തു. സോ ലെറ്റ്സ് ടേസ്റ്റ് ഗൈസ്. നമുക്ക് കുറച്ച് ചോറ് ഇങ്ങനെ ഇട്ട് കുഴച്ച്, അമ്മ പതുക്കെ സംസാരിക്ക്. നമുക്കിത് വലിയൊരു പനീർ തന്നെ എടുത്ത് വെക്കാം. എന്നിട്ട് ലെറ്റ്സ് ടേസ്റ്റ്. ഞാൻ തന്നെ വെച്ചിട്ട് ഞാൻ തന്നെ ഇങ്ങനെ കൊടുത്ത് കഴിച്ചു. അടിപൊളിയായി. നിങ്ങൾ കഴിക്കുന്ന പെട്ടാണ് നല്ല കഴിച്ചു. അടിപൊളിയാണ്. പക്ഷെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. സൂപ്പറാണ്, അടിപൊളിയാണ്.